ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വ്യൂസ് ഒന്നും വരാൻ എന്തായാലും ചാൻസ് ഇല്ല, എങ്കിലും കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി പ്രധാനമായിട്ടും 4 സിനിമകളാണ് OTT റിലീസ് ചെയ്യുന്നത്. അതിൽ ആസിഫ് അലിയുടെ സർക്കീട്ട് എന്ന ഫീൽ ഗുഡ് സിനിമ ഇപ്പോൾ തന്നെ മനോരമ മാക്സിലൂടെ സ്ട്രീം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അർജുൻ അശോകൻ്റെ ഹൊറർ കോമഡി സിനിമയായിട്ടുള്ള സുമതി വളവ്, C5 ഫഗത് കല്യാണി കോംബോയുടെ റോംകോം സിനിമയായിട്ടുള്ള ഓടും കുതിര ചാടും കുതിര നെറ്റ്ഫ്ലിക്സിലൂടെയും ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യും. കല്യാണി പ്രിയദർശൻ, നെസ്ലിൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഫാൻറ്റസി അഡ്വഞ്ചർ സിനിമയായിരുന്നു ലോക. ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം റെക്കോർഡുകളൊക്കെ ഓരോന്നായിട്ട് തൂക്കി മോളിവുഡിൻ്റെ അഭിമാന സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഇപ്പോൾ 28 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 28 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 107 കോടി 16 ലക്ഷം രൂപ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. വേൾഡ് വൈഡായിട്ട് 280 കോടി രൂപയാണ് ചിത്രം ഇതിനോടകം സ്വന്തമാക്കിയിട്ടുള്ളത്. 300 കോടിയിലേക്ക് സിനിമയ്ക്ക് എത്താൻ ഇനി വെറും 20 കോടി മാത്രമാണ് വേണ്ടത്. അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ ലാലേട്ടൻ്റെ തുടരുമെന്ന ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം. 118 കോടി 90 ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയ ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമയെ ലോകയ്ക്ക് മറികടക്കാൻ 12 കോടി രൂപ കേരളത്തിൽ നിന്ന് നേടേണ്ടതുണ്ട്. ശരിക്കും ഓരോ സ്റ്റേറ്റിലും ഇൻഡസ്ട്രി ഹിറ്റായിട്ട് കണക്കാക്കുന്നത് അവിടുത്തെ ഹയസ്റ്റ് കളക്ഷൻ വെച്ചാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ലാലേട്ടൻ്റെ തുടരും തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ളത്. 118 കോടിക്ക് മുകളിൽ കേരള കളക്ഷൻ ലോക സ്വന്തമാക്കിയാൽ മാത്രമാണ് ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുക. അതേസമയം ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ സിനിമയായിട്ട് ലോക എമ്പുരാനെ തകർത്ത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മാറിയിരുന്നു. അപ്പോൾ ലോക 300 കോടിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്നും നിങ്ങൾ കാത്തിരിക്കുന്ന OTT റിലീസ് ഏതാണെന്നും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.